90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ വീട്ടിലിരുന്ന് ട്യൂഷൻ പഠിക്കാം. കുഞ്ഞു തേൻമൊഴികളുടെ സർഗസംഗീത വിരുന്നിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹസ്വാഗതം. 90+ മൈ ട്യൂഷൻ ആപ്പ് എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് സിലബസിലെ 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ആപ്പാണ്. അനുപമ സംഗീത വിരുന്നിൽ കുഞ്ഞു പാട്ടിന്റെ മധുരവുമായി കണ്ണൂരിൽ നിന്നും വൈഗ നികേഷ്. വെൽക്കം വൈഗ കുട്ടി ഓൺ സ്റ്റേജ്. ഹായ്, ഇന്ന് ഞാൻ ജോൺസൺ മാഷ റൗണ്ടിൽ പാടാൻ വന്ന പാട്ട് ഫോട്ടോഗ്രാഫർ എന്ന സിനിമയിലെ എന്തേ കണ്ണന് കറുപ്പ് നിറം എന്നുള്ള പാട്ടാണ്. ഇത് എഴുതിയിരിക്കുന്നത് കൈതപ്രൻ സാറാണ്. ഇത് പാടിയിരിക്കുന്നത് മഞ്ചേരി മാമാണ്. ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ നന്നായിട്ട് All white angels, but this is my white Nargis. ഏത് പാട്ടാണ്? എന്തേ കണ്ണന് കറുപ്പ്. ജോൺസൺ മാഷിന്റെ റൗണ്ട് അല്ലേ? സൂപ്പർ സോങ് ആണ് കേട്ടോ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. All the best. All the best.
വൈക മോള് നന്നായിട്ട് പാടി കേട്ടോ, നന്നായിട്ട് പാടി. പക്ഷേ വൈകയുടെ പഴയ ആ സാധനം ഇനി തിരിച്ചു കൊണ്ടുവന്നു. ഇതാരാ പാടിയതും ദാസേട്ടനും മഞ്ജരിയാണ്. ഇത് 2 ഭാഗവും മോള് കേട്ടിട്ടുണ്ട്. എന്തേ കണ്ണനിത്ര കറുപ്പു നിറം, അത് ദാസേട്ടൻ പാടും. കറുപ്പു നിറം അല്ല, അത് മഞ്ജരി പാടും. പക്ഷേ മോൾ ആ ക്ലാസിക്കൽ ടച്ചസ് കണ്ടമാനം കൊണ്ട് കയറ്റിയിരുന്നത് ആ കുറച്ച് ലളിതമാക്കായിരുന്നു. ഇത് എന്തുകൊണ്ടാണ് ഈ ക്ലാസിക്കലും ലൈറ്റ് മ്യൂസിക് എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ്? ക്ലാസിക്കലിന് അത് ഇടണം, അത് വേണം അവിടെ. പക്ഷെ നമുക്ക് ഈ സിനിമാ സംഗീതത്തിനും ലളിത സംഗീതത്തിനും അത്രയും വേണ്ട. എസ്പെഷ്യലി സിനിമാറ്റിക് സോങ്സ് ആകുമ്പോഴത്തേക്ക് ഒരളവിന് കൊടുത്താൽ മതി. പക്ഷേ മോൾ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്ത് വന്നിട്ടുണ്ട്. എന്താണ് വോയിസ് ഇങ്ങനെ മേലോട്ട് കൊണ്ടുപോകാനുള്ള അങ്ങ് ഷഡ്ജത്തിൽ കൊണ്ട് നിർത്താനുള്ള ഒരു എന്താണ് ടെൻഡൻസി മോൾ വോയിസിൽ കൊണ്ടുവരുന്നുണ്ട്. അത് വളരെ നല്ലൊരു അറ്റംപ്റ്റാണിത്. ആ അറ്റംപ്റ്റ് ഞാൻ വലിയൊരു കൈയ്യടി കൊടുക്കും. താങ്ക് യു സർ. മോളുടെ പാട്ടിൽ ഇന്നുള്ള പോസിറ്റീവ് പോയിന്റ് പറയാനാണെങ്കിൽ മോളിപ്പം ട്രൂ വോയിസിൽ നന്നായിട്ട് പാടി തുടങ്ങി. ഇനി മോൾ ചെയ്യേണ്ട ഒരു കാര്യം അങ്കിളിന് തോന്നിയത്, ട്രൂ വോയിസിൽ മോളിപ്പം കോൺഫിഡൻ്റ് ആയി. ഇനി ട്രൂ വോയിസ് ഒന്ന് ഒതുക്കാൻ പഠിക്കണം. ട്രൂ വോയിസ് എല്ലായിടത്തും ജസ്റ്റ് തുറന്നല്ലാതെ 2 ടൈപ്പിൽ ട്രൂ ഹൈ ഒക്കെ പാടാൻ പറ്റും. ഒന്ന് തുറന്നടിച്ച് പാടാം, രണ്ടാമത് തുറന്നടിച്ച് പാടുന്നത് തന്നെ പിടിച്ചു പാടാൻ പറ്റും, കള്ളത്തൊണ്ടയിലല്ലാതെ. ആ ഒരു ടെക്നീക്ക് മോൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പലയിടത്തും ട്രൂ വോയിസിൽ പാടുന്ന സമയത്ത് ഹാർഷായിട്ട് തോന്നുന്നത് കുറയും, ഒരു സ്മൂത്ത്നെസ് വരും. ഇത് കണ്ണനെ എന്താ പറയണ്ട പാമ്പർ ചെയ്തിട്ടുള്ളൊരു പാട്ടാണ്. എന്തേ കണ്ണന് കറുത്ത നിറം എന്ന് പറയുന്ന ഒരു സംഭവം പറയുമ്പോൾ അടിച്ചു പാടി ലൗഡായിട്ട് പാടേണ്ട ആവശ്യമില്ല. ആ ഒരു ഓമനത്വം, ഒരു ഭജൻ ഫീലാണിത്. അപ്പോൾ ആ കഥയ്ക്ക് ജീവൻ വരുന്ന രീതിയിൽ മോള് സോഫ്റ്റായിട്ട് പാടിക്കഴിഞ്ഞാൽ മോളുടെ ഈ ഓവർ ലൗഡായിട്ടുള്ള പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റും. ഒരു 50% പെർഫെക്റ്റ് ശരിക്കുള്ള ശബ്ദം കയ്യിൽ കിട്ടി. ബാക്കിയും കൂടി ശരിയായാൽ 100%. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. എന്റെ കുട്ടി നർഗീസേ, ആ കുശുമ്പ് കൊണ്ടല്ലേ, ഈ കുശുമ്പുള്ള പ്രായമല്ലേ അത്. അപ്പൊ ഇങ്ങനെ കുറച്ച് കുസൃതിയൊക്കെ കാണിക്കാറുണ്ട് അല്ലേ. എന്നാലും ഇപ്പൊ ദീപകങ്ങൾ പറഞ്ഞത് മനസ്സിലായല്ലേ. മോളില് പാടുമ്പോ കുറച്ചൊന്ന് ഒതുക്കി പാടാൻ പഠിക്കണം. ബിക്കോസ് എക്സ്പ്രഷൻസ് അസാധ്യമായിരുന്നു കേട്ടോ. അപ്പൊ വേറെ കൂടുതലൊന്നും പറയാനില്ല കേട്ടോ. ഈ കോൺസെപ്റ്റിൽ തന്നെ ഞാൻ എൻ്റെ കുട്ടിക്കാലത്തിൽ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടുണ്ട്, സത്യം ശിവം സുന്ദരം പിക്ചറിൽ. അപ്പോൾ കൃഷ്ണൻ തന്നെ യശോദയോട് ചോദിക്കുന്നു, അമ്മ ഞാൻ മാത്രം എന്തിനെ ഇത്ര കറുപ്പ്? അതാണ് കോൺസെപ്റ്റ്. ഇത് തന്നെ കോൺസെപ്റ്റ്. അപ്പോൾ യശോദ പറയുന്നു, നീ അപ്പോൾ എവിടെയാണ് ജനിച്ചത്? ദേവകീന്റെ പുത്രനല്ലേ കൃഷ്ണ. അപ്പൊ അവിടെ നിന്ന് നന്ദഗാവ് കൊണ്ടുപോയല്ലേ കംസൻ അല്ലെങ്കിൽ കൊല്ലും അല്ലേ. അപ്പൊ കൊണ്ടുപോയല്ലേ. എപ്പോ കൊണ്ടുപോയി? നടുരാത്രിയിൽ കൊണ്ടുപോയി യശോദ എടുത്ത്. അതുകൊണ്ടാണ് നീ ഇത്ര കറുപ്പായി എന്ന് യശോദ പറയും. ഈ നടുരാത്രി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മ തമിഴിൽ അങ്ങനെ പറയും, മിഡ് നൈറ്റ്. ഓ, മിഡ്, അതാണ് നടു സെന്റർ. സ്ട്രൈറ്റ് ട്രാൻസ്ലേഷൻ. അത് സ്ട്രൈറ്റ് അത് വാട്ട് യു സേ ഫോർ മിഡ്? അർദ്ധരാത്രി. മോളെ വൈക, ആദ്യമായിട്ട് മോളി പാട്ട് എടുത്തുകൊണ്ട് വന്നതിന് ഒരു താങ്ക്സ് പറയാം. കാര്യം കൈതപ്രം മാഷിൻ്റെയും ജോൺസൺ മാഷിൻ്റെയും മലയാളത്തിൻ്റെ വലിയൊരു സംഭാവനയാണ്. ഫോട്ടോഗ്രാഫർ എന്നുള്ള ഒരു സിനിമയാണ് മോഹൻലാൽ അങ്കിള് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി. അങ്കിളുടെ ജീവിതത്തിൽ സംഭവിച്ച 2 കാര്യങ്ങൾ ഞാൻ പറയാം. ആദ്യം 1980-കളിൽ ജോഷി ഡെന്നിസ് ജോസഫിൻ്റെ ഒരു പടമുണ്ടായിരുന്നു, ദിനരാത്രങ്ങൾ. ആദിവാസികളുടെ ഇടയിലേക്ക് മമ്മൂക്കയൊക്കെ വന്നിട്ട് അവിടുത്തെ ആൾക്കാരെ ബോധവൽക്കരിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവരെ നല്ല വിദ്യാഭ്യാസം കൊടുക്കണമെന്നൊക്കെ ഉള്ള ഒരു കഥാപാത്രമാണ്. അപ്പം ജോഷിയേട്ടൻ പറഞ്ഞു, അത് റിയലായിട്ട് ആദിവാസി കുടികളിൽ പോയി, വയനാട്ടിലുള്ള ആദിവാസി കുടികളിൽ വെച്ച് തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യണം, അവരെ ഉൾപ്പെടുത്തണം, അവരുടെ വീടുകൾ ഉൾപ്പെടുത്തണം, അവരുടെ ജീവിത രീതി ഉൾപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞ് നമ്മളെല്ലാവരും കൂടെ വയനാട്ടിൽ ചെന്ന് കാറും കാര്യങ്ങളൊക്കെ ആയിട്ട് ആദിവാസി കുടികളിലോട്ട് ചെന്നപ്പോൾ 1980-കളിൽ നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് ആ കുടികളിലെല്ലാം ഇറങ്ങി ആദിവാസികൾ ഇറങ്ങി കാട്ടിനകത്തോട്ട് ഓടുക. അവർക്ക് മനുഷ്യരെ പേടിയാണ്. പിന്നെ 2019 പറമ്പിക്കുളം എന്ന് പറഞ്ഞൊരു ആദിവാസി ഗ്രാമത്തിൽ അങ്കിള് MLA ആയിട്ട് ഒരുപാട് MLA-മാരെല്ലാം കൂടെ അവരുടെ ഇപ്പോഴത്തെ ക്ഷേമം അന്വേഷിക്കാനും അവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, എന്തെങ്കിലും അവരുടെ ചെയ്ത് കൊടുക്കാനുണ്ടോ എന്നൊക്കെ പറഞ്ഞൊരു സ്റ്റഡിക്ക് വേണ്ടി ചെന്നു. അവിടെ ചെന്നപ്പോഴത്തേക്കാണ് ഈ 1980-ലെയും 2019-ലെയും തമ്മിലുള്ള വ്യത്യാസം. അവിടെ സിവിൽ സർവീസിന് പഠിക്കുന്ന കുട്ടികൾ വരെ ഉണ്ട്.
പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ നഴ്സുമാരും എഞ്ചിനീയർമാരും എല്ലാവരുടെയും വീട്ടിൽ TV ഉണ്ട്, നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയാം. എന്നെയൊക്കെ കണ്ടപ്പം ഭയങ്കര സന്തോഷമായി. സിനിമ കാണുന്നു, TV പരിപാടികൾ കാണുന്നു. ഇപ്പം എന്താ ആദ്യമായിട്ട് ഒരു ആദിവാസി പെൺകുട്ടി ഇലക്ഷന് നിൽക്കും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. അപ്പോൾ ജഡ്ജസിനൊക്കെ ഗ്രേഡ് പറഞ്ഞേക്ക് മുന്നേ ഒരു വീഡിയോ കാണിച്ചു തരാവേ. എൻ്റെ പേര് നികേഷ് എന്നാണ്, വൈഗയുടെ അച്ഛനാണ്. എൻ്റെ സ്വദേശം ശരിക്കും കണ്ണൂർ കണ്ണപുരം എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമമാണ്. പക്ഷേ മോള് ജനിച്ചതും വളർന്നതെല്ലാം ഷാർജയിലാണ്. അപ്പോൾ വളരെ അപൂർവം മാത്രമേ നമ്മൾ നാട്ടിൽ വരാറുള്ളൂ. വന്നു കഴിഞ്ഞാലും 5-10 ദിവസം അങ്ങനെ ഇത്ര മാത്രമേ കിട്ടാറുള്ളൂ. അവളുടെ ഓർമ്മ വെച്ച നാൾ മുതൽ ഇപ്പോൾ കുറേ നാളായി നമ്മൾ നാട്ടിലേക്ക് വന്നിട്ട്. അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് നാടാണ് ഏറ്റവും ഇഷ്ടം. എപ്പോഴും അവൾ പറയുന്നത് നാട്ടിൽ പോകണം, നാടാണ് ഇഷ്ടം എന്നാണ്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികളൊക്കെ ആയിട്ട് കളിക്കാനും ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ കാണാനും ഒക്കെ പറ്റുന്നതുകൊണ്ട് എപ്പോഴും പറയും നാടാണ് ഇഷ്ടം എന്ന്. അപ്പോൾ ഇപ്പം ഈ ടോപ്പ് സിംഗറിൽ കിട്ടിയതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ലോങ് ടൈമായിട്ട് നമ്മളിപ്പോൾ ഇവിടെ വന്നത്. പിന്നെ അവിടെ കാര്യങ്ങൾ നമ്മൾ രണ്ടുപേരും നോക്കുന്ന കാരണം അമ്മയെ വിട്ടു നിൽക്കുന്ന ഒരു ഫീൽ അവൾക്കില്ല. കാണാത്തൊരു വിഷമമുണ്ട്. ഇവിടെ വന്നപ്പോൾ എനിക്കും ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് കൂട്ടുകാരും ഇതൊക്കെ ആയപ്പോൾ അവള് അതൊക്കെ ആയിട്ട് പൊരുത്തായി. ഇപ്പം അമ്മയില്ലാത്തൊരു കുറവ് അവളെ സമയത്തോളം ഇപ്പം ഇല്ല. എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ടോപ്പ് സിംഗറിൽ സെലക്ഷൻ കിട്ടിയപ്പോൾ അവൾ ആദ്യം എന്നോട് ചോദിച്ചത് അച്ഛാ അവിടെ കളിക്കാനൊക്കെ കൂട്ടുകാരൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു മോളെ കൂടെ കളിക്കാനൊക്കെ ഇവരൊക്കെ ഈ പറയുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ വന്ന് അവരെയൊക്കെ നല്ല രീതിയിൽ പരിചയപ്പെട്ടപ്പോൾ കുട്ടികളുടെ കൂടെയൊക്കെ കളിക്കുമ്പോൾ അവൾ നല്ല രീതിയിൽ ഇപ്പോൾ ഹാപ്പിയാണ്. അവളെ സമയത്തോളം കൂട്ടുകാരപ്പുറം ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുക എന്നുള്ളതാണ്. ഇവിടെ വന്നപ്പോൾ അതിനൊക്കെ സാധിച്ചതിൽ അവൾ നല്ല ഹാപ്പിയാണ്. അതെന്താ പറ്റി? അമ്മയുടെ കാര്യം കേട്ടോ? അമ്മേനെ മിസ് ചെയ്യുന്ന അമ്മേനെ മിസ് ചെയ്യുന്നു. അമ്മയുടെ ഒരു ഹഗ് ഇപ്പൊ അവിടുന്ന് വരും. അതെ, അമ്മയാണ് തരിക എന്ന് വിചാരിക്കുക. കെട്ടിപ്പിടിച്ച ഹഗ് പോരാ, ഒരു ഉമ്മയും കൊടുക്കണം. അതോട് ചേർത്ത് തന്നെ നമുക്ക് ഗ്രേഡ് കൂടി പറയാം. മോൾക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ മോളൊന്ന് നോക്കിയിട്ട് വരിക. അതുവരെ മോൾക്ക് കിട്ടുന്ന ഗ്രേഡ് A+. Wow. താങ്ക് യു സർ. അടിയൊരു വൈഗ അമ്മപ്പൂക്കുറ്റി. താങ്ക് യു. കൺഗ്രാറ്റുലേഷൻസ്, യു ആർ അവാർഡഡ് A+. Wow. 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 പ്രേക്ഷകർ എല്ലാവരും വേഗം തന്നെ ടോപ്പ് സിംഗർ ആപ്പിൽ കയറി ഇവിടെ QR കോഡ് കാണാൻ പറ്റും. അത് സ്കാൻ ചെയ്ത് വേഗം വോട്ട് ചെയ്യുക. ഒപ്പം നമ്മുടെ ബാക്കി എല്ലാ കണ്ടസ്റ്റൻസിനും ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. അപ്പൊ വൈഗ കുട്ടി, ടാറ്റാ, ഓൾ ദി ബെസ്റ്റ്. ഞാനിന്ന് ജോൺസൺ മാഷ് റൗണ്ടിൽ പാടാൻ പോകുന്ന പാട്ട് കിരീടം എന്ന സിനിമയിലെ കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി എന്ന പാട്ടാണ്. ഇത് എഴുതിയിരിക്കുന്നത് കൈതപ്രം സാറാണ്. ഇത് പാടിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം MG സാറാണ്. അപ്പോൾ MG സാറിൻ്റെ മുന്നിൽ പാടാൻ പറ്റിയതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. അപ്പം ഞാൻ പാടിയിട്ട് വരാം. ഹലോ ഹലോ ശ്രീനന്ദ് കുട്ടാ, നീ തടി വെച്ചോ? ഇത്തിരി വയറൊക്കെ ചടി പോലും. ഒണ്ണം വെച്ചോ? ഇത്തിരി തടി വെച്ച്. ഏത് പാട്ടാ മോനെ? ഞാൻ സാർ പാടിയ കണ്ണീർ പൂവിൻ്റെ. ഓൾ ദി ബെസ്റ്റ്, ഗോഡ് ബ്ലെസ് യു.
ശ്രീനന്ദ് മാം. ശ്രീനന്ദ് എപ്പോ വന്നാലും ഒരുപാട് ആനന്ദമാണ് ഇവിടെ. അത്രത്തോളം ഭംഗിയായിട്ട് പാടി കേട്ടോ. താങ്ക് യു മാം, താങ്ക് യു. ശ്രീയേട്ടന് എത്രയോ പാട്ടുകൾ പാടിയിട്ടുണ്ട്, പക്ഷെ ഈ പാട്ടല്ലേ എനിക്ക് വളരെ 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 ഇഷ്ടമുള്ള പാട്ട്. എനിക്ക് മാത്രമല്ല, കുറേ മലയാളികൾക്ക് ഈ പാട്ടെന്ന് വളരെ പ്രിഷ്യസ് ആണ്. അതിൻ്റെ ഉള്ളിലുള്ള ഒരു ഭാവം, അതിൻ്റെ ഫീല്, അതൊക്കെ ശ്രീനന്ദ് പാടുമ്പോൾ അങ്ങനെ യാതൊരു ഒരു കള്ളത്തനമും ഇല്ലാതെ അങ്ങനെ ഒരു ജെന്യുവിൻ ഓണസ്റ്റ് ഓപ്പൺ ഫീലാണ്.
അത് എന്താ പറയാൻ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു മാം. എടുത്തു പറയേണ്ട കാര്യം ജോൺസൺ മാസ്റ്ററിന്റെ ഈ ഒരു റൂട്ടല്ലേ, അത് ഈസ് എ മാസ്റ്റർ ഓഫ് ദാറ്റ്. ഈ പാട്ടൊക്കെ മാസ്റ്ററിന് വളരെ ഇഷ്ടമാണ്. നേരിട്ട് ഇങ്ങനെ ഞാൻ പാടി കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മാസ്റ്റർ ഉണ്ടെങ്കിൽ എന്താ പറയാൻ, ഒരുപാട് അനുഗ്രഹിക്കും, ഇപ്പോഴും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും തീർച്ചയായിട്ടും. അങ്ങനെ അത്രത്തോളം മനോഹരമായിട്ട് പാടി. താങ്ക് യു മാം. ഒന്നും പറയാനില്ല, ഇതൊരു ആനന്ദഭൈരവി റൂട്ടല്ലേ. ഇപ്പോൾ എൻ്റെ കരിയറിൽ എൻ്റെ ലിസ്റ്റ് ഓഫ് സോങ്സിൽ എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു പാട്ട് അൻപെன்ற മഴയിലെ ഞാൻ റഹ്മാൻ സാറിന് പാടിയ പാട്ടാണ്. സോ ഈ ആനന്ദഭൈരവിയിൽ ഇങ്ങനത്തെ ഒരു കണ്ടച്ചാപ്പു റൂട്ട് എനിക്ക് തോന്നുന്നു ജോൺസൺ മാസ്റ്ററിൻ്റെ ഇൻസ്പിറേഷൻ ആണോ ആ പാട്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഒരു ലൈൻ ഞാൻ പാടിത്തരാം. അൻപെன்ற മഴയിലെ അഖിലങ്ങൾ നനയവേ അതിരൂപം തോன்றினானே வைகோலின் மேலொரு வைரமாய் வைரமாய் வந்தவன் மின்னினானே விண்மீன்கள் கண் பார்க்க சூரியன் தோன்றுமோ புகழ் மைந்தன் தோன்றினானே கண்ணீரின் காயத்தை செந்நீரில் ஆற்றவே சிசுபாலன் தோன்றினானே அன்பென்ற மழையிலே அகிலங்கள் நனையவே அதிரூபம் തോன்றினானே. ഇതൊരു ചർച്ചിൽ വരുന്ന പാട്ടാണ്. ക്രിസ്മസ് ആണല്ലേ, ഇപ്പൊ ക്രിസ്മസ് കാലമല്ലേ. അപ്പൊ എനിക്ക് തോന്നി ഈ പാട്ട് എനിക്ക് വേറെ ഒന്നും കൊടുക്കാനില്ല, ഈ പാട്ട് തന്നെ ഞാൻ കൊടുക്കുന്നു ശ്രീനന്ദന്. താങ്ക് യു യു. ആർ ഓൾവേസ് സച്ച് എ ജോയ് ശ്രീനന്ദ്. താങ്ക് യു. ബ്ലെസ് യു. താങ്ക് യു മാം. ശ്രീനന്ദ്, സർ, മോന്റെ കാര്യത്തിൽ എനിക്ക് എന്തോ, ഞാൻ പറയുന്നോണ്ടൊന്നും വിചാരിക്കരുത്, ഒരു അത്ര എൻ്റെ ഒരു ഫേവറേറ്റ് ലിസ്റ്റിലല്ല മോൻ വരുന്നത്. വേറൊന്നും കൊണ്ടല്ല, എന്തെങ്കിലും ഒന്ന് നമുക്ക് പറയാനായിട്ട് ബാക്കി ഇട്ട് തരണ്ടേ. ഇങ്ങനെ ഇതുപോലത്തെ ചെക്കന്മാരുണ്ടെങ്കിൽ ജോലിയില്ലാതെയാവും ഇവിടെ. എന്താണ് ഇപ്പൊ പാട്ടി കൂട്ടിയത്? ഓളി. താങ്ക് യു സർ. താങ്ക് യു സർ. ജോൺസൺ മാസ്റ്റർ പാടി കേട്ടിട്ടാണ് ശ്രീകുട്ടൻ ചേട്ടൻ പാടിയത്. അപ്പം തന്നെ ശ്രീകുട്ടൻ ചേട്ടൻ മുമ്പ് എത്രയോ പ്രാവശ്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ജോൺസൺ മാസ്റ്ററുടെ സംഭവം ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അതേ എടുക്കുകയുള്ളൂ, പിന്നെ വേറെ ഇംപ്രവൈസേഷൻസ് സമ്മതിക്കില്ല. അപ്പം വിച്ച് മീൻസ് ശ്രീകുട്ടൻ ചേട്ടൻ പാടുന്നത് ഡിറ്റോ ജോൺസൺ മാസ്റ്റർ മനസ്സിൽ കണ്ടൊരു സംഭവമാണ്. അത് ഇന്ന് മോൻ ഇവിടെ ഇങ്ങനെ പാടുമ്പം ജോൺസൺ മാസ്റ്ററിന്റെ മനസ്സാണ് മോൻ ഇന്ന് സ്റ്റേജിൽ ഇവിടെ തന്നത്. ബ്രില്യൻറ്റ്, ഒരു സംശയം. ഇത് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ മാത്രമേ ഈ പാട്ട് നമുക്ക് തിരിച്ച് പ്രസന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ജസ്റ്റ് നോട്ട്സ് പഠിച്ചാൽ വരില്ല. ഇതിൽ ഏറ്റവും ട്രിക്കിയും മിക്കവരും തെറ്റിക്കുന്ന 2-3 സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങൾ മോൻ വളരെ ഭംഗിയായിട്ട്, വളരെ പ്രൊഫഷണലായിട്ട്, വലിയ ആൾക്കാരെക്കാളും പ്രൊഫഷണലിസത്തിലാണ് മോൻ പഠിച്ചത്. അത് ശ്രീകുട്ടൻ ചേട്ടൻ അതേ പറയുകയും ചെയ്ത്, ഇന്ന ഭാഗങ്ങൾ ശരിയായാൽ ഇവൻ ഓക്കെയാണ്. ഇതൊക്കെയാണ് പ്രശ്നം വരാൻ സാധ്യതയുള്ളത്. അതൊക്കെ മോൻ അടിച്ച് പൊളിച്ചിട്ടുണ്ട് കേട്ടോ. താങ്ക് യു സർ. താങ്ക് യു. എന്തായാലും ഇത്രത്തോളം എത്തിയ സ്ഥിതിക്ക് പറഞ്ഞെടുത്ത് തന്നെ പറയാം, എനിക്ക് നിന്നെ ഇഷ്ടമല്ല. അതായത് ഒന്നും പറയാൻ തരുന്നില്ല, അതുകൊണ്ട് ഇഷ്ടമല്ല. പക്ഷെ കുഴപ്പമില്ല, അതുകൊണ്ട് വരുന്നൊരു സ്നേഹമുണ്ട്. ഇനി ഇങ്ങനത്തെ ജോലി പോയാലും കുഴപ്പമില്ല, ഇങ്ങനെ തന്നെ പാടിയാൽ മതി. ദീപ് പറഞ്ഞു, കാരണം ഒന്നും പറയാൻ തരുന്നില്ല. ഡിറ്റോ എങ്ങനെ ഞാൻ പാടിയോ അതുപോലെ തന്നെ പാടിയിട്ടുണ്ട്. ഞാൻ പോകും എന്ന് ഉദ്ദേശിച്ച സ്ഥലം 1-2 സ്ഥലമാണ്. അത് വിട ചൊല്ലവേ തൊട്ട് വിട ചൊല്ലവേ അവിടെയാണ്. വിട ചൊല്ലവേ നിമിഷങ്ങളിൽ. കറക്റ്റ്, അതൊന്ന്, അത് പോകുന്നു വെച്ച്. അടുത്ത് ജലരേഖകൾ വീണലിഞ്ഞു. ഇത് 2 ഇവിടെ പോകുന്നു ഉദ്ദേശിച്ചു. പിന്നെ 3 വെൺമേഘവും. അത് അത് ജോൺസൺ മാസ്റ്ററുടെ ഒരു പിക്കൂലിയർ ടച്ചാണ്. അത് വന്നില്ലെന്നുണ്ടെങ്കിൽ മാഷ് വരുന്നവരെ പാടിക്കും. ജോൺസൺ എൻ്റെ 25ാമത്തെ വർഷം, ഇപ്പം 41 വർഷമായി ഞാൻ ഫീൽഡിൽ വന്നിട്ട്. 25ാമത്തെ വർഷത്തിന് എൻ്റെ കയ്യിലൊരു ബ്രേസ്ലെറ്റ് കിട്ടിത്തന്നു. അതാണ് എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു നിമിഷമാണ്. ജോൺസണിന് മനസ്സ് തുറന്നിട്ട് എൻ്റെ പ്രോഗ്രാമിന് ട്രിവാൻഡ്രത്ത് വന്നിട്ട് ഞാൻ ഈ പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ ജോൺസണും കയറിയിട്ട് എൻ്റെ ഒരു ചെറിയ ബ്രേസ്ലെറ്റ്. ആത്മാവിന് നിത്യശാന്തി നേരും. താങ്ക് യു. മോനെ ശ്രീനന്ദ്, സർ,
അതിഗംഭീരമായിരുന്നു. താങ്ക് യു സർ. ഈ പാട്ട് എപ്പം ഞാനെന്നല്ല ഏത് മലയാളി കേട്ടാലും ഒരു ഹൃദയവേദന വരും. പ്രത്യേകിച്ചും ആ കിരീടം സിനിമയെക്കുറിച്ച് ഓർക്കുമ്പോഴും ആ സിനിമയ്ക്കകത്ത് ഉള്ള ഈ രംഗങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴും ഒക്കെ ഒരു ഭയങ്കരമായ ഒരു ഫീല് ആ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചല്ലോ, എന്തൊരു ഡെസ്റ്റിനിയാണ്, എന്തൊരു ഫെയ്റ്റാണ് അയാൾക്ക് എന്നൊക്കെ ഓർത്തിട്ട് ആ കഥ മുഴുക്ക ഇങ്ങനെ വരും. ഇപ്പോൾ കിരീടം എന്ന് പറയുന്നൊരു സിനിമ ശരിക്കും മോഹൻലാലിന് ഒരു വലിയ പൊൻതൂവലാണ്. മോഹൻലാലിനും പൊൻതൂവലാണ്, MG ശ്രീകുമാറിനും പൊൻതൂവലാണ്. നാഷണൽ അവാർഡ് വരെ കിട്ടി എന്ന് മാത്രമല്ല 6 ലാംഗ്വേജിൽ ബംഗ്ലാദേശിലോട്ടൊക്കെ ഇത് റീമേക്ക് ചെയ്തു. അതൊരു വലിയ റെക്കോർഡാണ്. ലോഹിത് ദാസ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററും സിബി മലയിലും ഭയങ്കര ആത്മസുഹൃത്തുക്കളാണ്. ഇതിനു മുമ്പ് അവർ പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ സിബി മലയിലിൻ്റെ കല്യാണത്തിന് ലോഹിദാസിന് പോകാൻ പറ്റി, വേറെ എന്തോ കുറച്ച് ഇതായി. അപ്പം സിബിക്ക് വലിയ വിഷമമായി. അപ്പോൾ അതൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ട്, അത് ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് 6 ദിവസം കൊണ്ട് എഴുതിയ സ്ക്രിപ്റ്റാണ് ഈ കിരീടം. ഇത് ചാലക്കുടിയിൽ നടന്ന ഒരു കഥയാണ്. ഇൻസ്പിറേഷൻ ഫുൾ കഥയല്ല. കാര്യം അവിടെ ഒരു കാർപ്പൻ്റർ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചാലക്കുടിയിലുള്ള ഏറ്റവും വലിയ ഡോണിനെ ഒരു കോൺഫെഡറേഷനിൽ ഒറ്റയടിക്ക് തീർത്ത് കളഞ്ഞു. പക്ഷേ എല്ലാവരും കാർപ്പൻ്ററിൻ്റെ സൈഡാണ്. മറ്റേ ആൾ അങ്ങനെ ആൾക്കാരെ മുഴുക്ക ദ്രോഹിച്ച് തകർത്തുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പം എല്ലാവരുടെയും ഹീറോ ആയി. ഇയാൾ കൊലയാളിയാണെങ്കിലും ഹീറോ ആയി. അപ്പം അതിനകത്തുനിന്ന് ഇയാൾ ഒരു സാധാരണ മനുഷ്യൻ, ചില സാഹചര്യങ്ങളിലാണ് നമ്മൾ സാധു മിരണ്ടാൽ എന്ന് പറയുന്നത് പോലെ മിരണ്ടിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളെ അത്ഭുതപ്പെടുത്തും. ഈ കഥയിലും അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. ഒരിക്കലും മോഹൻലാൽ ഒരാളെ പോലും നോവിക്കാത്ത ഒരു കഥാപാത്രമാണ് സേതുമാധവൻ. ആ നാട്ടിലെ ഏറ്റവും വലിയ ഗുണ്ടാ തലവനായിട്ട് മാറേണ്ടതായിട്ട് വന്നു, വെരി കൺവിൻസിംഗ്ലി. അപ്പോൾ ഈ സിനിമയുടെ വേറൊരു രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് പാർവതിയാണ് ഹീറോയിൻ. ഇവർ രണ്ടുപേരും കൂടെ ഉള്ളൊരു സോങ് നേരത്തെ തന്നെ ഷൂട്ട് ചെയ്തു. പിന്നീട് കഥയുടെ ഒരു സിനിമയുടെയൊക്കെ ഒന്ന് ടോട്ടലായിട്ട് നോക്കിയപ്പോഴത്തേക്ക് ആ പാട്ട് ഇതിനകത്ത് യോജിക്കുന്നില്ല. അപ്പോൾ അതിനകത്തെടുത്ത പല ഷോട്ടുകളും കണ്ണീർ പൂവിൻ്റെതിനകത്ത് ചേർത്തു. ഏറ്റവും വലിയ ഒരു ഐറണി അല്ലെങ്കിൽ ഒരു കൗതുകകരമായ കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് അഭിനയിക്കാൻ വേണ്ടി എല്ലാവരും റെഡിയായിട്ട് അച്ഛൻ്റെ റോൾ എടുക്കുന്ന തിലകേട്ടനാണ്. തിലകേട്ടനും മോഹൻലാലും കൂടെ ഉള്ള മത്സരമാണ് ആ സിനിമ. തിലകേട്ടൻ പറഞ്ഞ് എൻ്റെ ഡേറ്റ് ഇല്ല, ഞാൻ 2-3 സിനിമ കമ്മിറ്റഡാണ്. അപ്പോൾ ഇത് പാലക്കാട്ട് ആ ഭാഗത്തും കണ്ട ഷൂട്ട് ചെയ്യാനിരുന്നതാണ്. അപ്പോൾ ഒരു നിവൃത്തിയില്ല. അപ്പം ലോഹിദാസും സിബിയും പറഞ്ഞു തിലകേട്ടനില്ലാതെ പിന്നെ നമുക്ക് നോക്കണ്ട. അങ്ങനെ വർണ്ണം എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു സിനിമ തിരുവനന്തപുരത്ത് ഷൂട്ടിങ്. തിലകേട്ടൻ്റെ ഭാഗങ്ങളൊക്കെ ആ സിനിമയ്ക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയത്താണ് ഈ കിരീടം ചെയ്തത്. അങ്ങനെയാണ് ഈ സിനിമയും ഈ പാട്ടെല്ലാം തന്നെ വന്നത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ശ്രീനന്ദ് സർ, മോനെ, നമുക്ക് ആർക്കും പാട്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഇന്നും മനസ്സിലായല്ലോ, തീരെ ഇഷ്ടപ്പെട്ടില്ല. കുറേ ശരിയാവാനുണ്ട്. അതുകൊണ്ട് തന്നെ മോന് തരുന്നു, നന്നായിട്ട് വരാൻ വേണ്ടി a golden crown. ആടിയൊരു ക്രൗൺ പൂക്കുറ്റി. താങ്ക് യു സർ. Congratulations, you are awarded a golden crown. താങ്ക് യു സർ.
പ്രേക്ഷകർ എല്ലാവരും വേഗം തന്നെ ടോപ്പ് സിംഗർ ആപ്പിൽ കയറി ഇവിടെ QR കോഡ് കാണാൻ പറ്റും. അത് സ്കാൻ ചെയ്ത് വേഗം വോട്ട് ചെയ്യുക. ഒപ്പം നമ്മുടെ ബാക്കി എല്ലാ കണ്ടസ്റ്റൻസിനും ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. പാട്ടിന്റെ ചന്തം പകർന്ന മിടുക്കി പാട്ടുകാരി കണ്ണൂരുകാരി വെൽക്കം ദേവ്നക്കുട്ടി ആൻഡ് ശ്രീ. സാഡ് സോങ് അല്ലേ? ദേവനാസിക്ക് ഒരു എത്ര പൊങ്ങി ഒരു ഏഞ്ചലാണ്. ഒരു കാര്യം വരുന്നുണ്ട് ഇന്ന് തന്നെ കിട്ടും. ഇന്ന് കിട്ടും. എപ്പോ സമയം പറ. വൈകിട്ട് അല്ലെങ്കിൽ പോകുന്നതിന് മുമ്പ് കിട്ടും. തരും. ഞാൻ പക്ഷെ മോളുടെ മുഖത്തുണ്ട് പാട്ടിന് മുമ്പ് കിട്ടുമെന്നാണ് മോള് വിചാരിച്ചല്ലേ? അല്ല പാട്ട് പാടി കഴിഞ്ഞല്ലേ? പാട്ട് നന്നായി പാടിയ ഡോല് പെട്ടെന്ന് കിട്ടുമോന്ന് ഞാൻ ഒന്ന് നോക്കാം. ഓൾ ദി ബെസ്റ്റ്. ഓക്കേ.
മോളു ഓ ഇങ്ങനെ പാടി നന്നായിട്ട് പാടിയെന്ന് കുഴപ്പമില്ല, നന്നായിട്ട് പാടി, പക്ഷെ കുഴപ്പമില്ല. എന്നും പാടുന്ന പോലെ അത്ര അങ്ങോട്ട് വന്നില്ല. പക്ഷേ അതിനെക്കാട്ടി കോറിയോഗ്രാഫി ഗംഭീരമായിരുന്നു. അവസാനം അതിനകത്തുള്ള റൈറ്റിങ്സ് ഒക്കെ ഉണ്ടല്ലോ, അമ്മ എന്നുള്ള അവിടെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർ എഴുതിയിരുന്നു. അവർ ഭയങ്കരമായിട്ട് സ്കോർ ചെയ്തു. അതുപോലെ തന്നെ മോൾ ആക്ട് ചെയ്തതും സൂപ്പറായിരുന്നു. അതായത് അവർ വന്നപ്പോൾ പിടിക്കാൻ പോകുന്നു, പിടിക്കുന്നില്ല, എന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അതൊക്കെ ഒരു ഇൻബോൺ ആയിട്ടുള്ള ഒരു ടാലൻ്റ് ഉണ്ട്, ആക്ടിങ് ടാലൻ്റും ഉണ്ട്. അത് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടല്ലേ? വീട്ടിൻ്റെ അടുത്തുള്ള അത് ഒരാൾ വേണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് കൂടി ആള് വേണമെന്ന് പറഞ്ഞിട്ട് പോയതാ. എന്തായാലും ഉണ്ടല്ലോ. അപ്പൊ അതിനുള്ള ഒരു ടാലൻ്റ് ഉണ്ട്, പാടാനും ഉണ്ട്. പക്ഷെ പാട്ട് ഇന്ന് മോക്ക് അത്ര അങ്ങോട്ട് ഒരു അപ് ടു ദ മാർക്കായില്ല. അങ്കിള് പറയാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നന്നായിട്ട് പാടിയിട്ടുണ്ട്, പക്ഷെ മോൾ ഇതല്ല, ഇതിനെക്കാട്ടിൽ കൂടുതൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ആക്ട് ചെയ്തതും ബാക്കിയുള്ള കോറിയോഗ്രാഫിയും എല്ലാം കൂടെ ടോട്ടലായിട്ട് നോക്കുമ്പോൾ ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ പാക്കേജ് ടു യു ഓൾ. ഓൾ ദ ബെസ്റ്റ്. അങ്കിളിന് തോന്നിയത് ഫസ്റ്റ് പാർട്ടിന്റെ പോസിറ്റീവ്സ് പറയുകയാണെങ്കിൽ ഇതൊരു വല്ലാത്തൊരു ഹോണ്ടിങ് എക്സ്പീരിയൻസ് ഉണ്ടായി. അതായത് ഹോണ്ടിങ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ കണ്ടു കഴിയുമ്പം ആ ഒരു കഥ ഭയങ്കരമായിട്ട് നമ്മളെ പേടിപ്പിക്കുക എന്ന് പറയില്ലേ, അയ്യോ ഇതെന്താണ് ഈ കാണുന്നത്. ആദ്യം കുറേ പെട്ടികളിൽ കൂടെ കുറേ ആത്മാവ് ഇങ്ങനെ പോകുന്നു, പിന്നെ ആ അച്ഛനും അമ്മയും വന്ന് ആ ഒരു ബോഡി എടുത്തില്ലേ. അപ്പം അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് മോളും അതിൽ ഒരു സോളായിട്ടാണ് നിൽക്കുന്നത്. അതായത് പരസ്പരം തൊടാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സംഭവം. അവർ കെട്ടിപ്പിടിക്കാൻ നോക്കുന്നു, മോളും കെട്ടിപ്പിടിക്കാൻ നോക്കുന്നു, പക്ഷെ പരസ്പരം മുട്ടുന്നില്ല. എന്നിട്ട് അവർ പോകുമ്പോൾ മോൾ എന്നെയും കൊണ്ടുപോകും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് അല്ലേ, കൈ ചൂണ്ടുന്നു. അതൊക്കെ ശരിക്കും വളരെ വളരെ ഈ പ്രായത്തിൽ ഇങ്ങനെ അഭിനയിക്കാന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. കുറേ ദിവസമായില്ല എന്റെ അഭിനയം ആക്ടൊക്കെ കാണാന്ന് പറയുന്നത്. അതെയോ, അതാണ് ഇപ്പൊ കണ്ടത് അല്ലേ. പക്ഷെ വാവക്കുട്ടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ആക്ടിങ്ങും സംഭവങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടി പാട്ട് കൈവിട്ട് പോകാൻ പാടില്ല. പാട്ടിൽ ശ്രുതിയുടെ മുകളിൽ തന്നെ ഒരു ശ്രദ്ധ വെക്കണം കേട്ടോ. ഇപ്പോൾ മോള് പാടിയപ്പം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ശ്രുതിയിൽ നിന്ന് മാറിയൊക്കെ പോയിരുന്നു. അപ്പം സാധാരണ ആക്ടിങ്ങും അല്ലെങ്കിലും ദേഹം അനങ്ങാതെ പാടുന്ന സമയത്ത് കുറച്ചുകൂടെയും മോള് സ്റ്റഡിയാണ്. ടോട്ടാലിറ്റി നോക്കുകയാണെങ്കിൽ ഞെട്ടി. ഓൾ ദി ബെസ്റ്റ്. ദേവൻ എന്ത് പാടിയാലും അതിലൊരു രസമുണ്ട് കേട്ടോ. ഈ പാട്ടിന്റെ മൂഡ് അനുസരിച്ച് അതിന്റെ ഒരു പേത്തോസ് ഫീൽ അല്ലേ, അത് വരുത്താൻ വേണ്ടി വളരെ ശ്രമിച്ചു എന്ന് എനിക്ക് തോന്നി കേട്ടോ. എസ്പെഷ്യലി ചരണം പാടിയപ്പോൾ ആ വാക്കുകളിൽ കൂടുതൽ ഫീൽ വന്നു. അതൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഈ അക്ഷരസ്ഫുടത, എനിക്ക് ഏതാണ് മോൾ എന്താണ് പറയുന്നതെന്ന് എനിക്ക് ഒന്ന് കൃത്യമായിട്ട് കേൾക്കുന്നില്ല. ചിലപ്പോൾ വാക്കുകളുണ്ട്, പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ല കറക്റ്റായിട്ട്. ഒരു പാട്ട് പാടുന്ന മുമ്പ് ഈ വാക്കുകളൊന്ന് പറഞ്ഞ് അത് കൃത്യമായിട്ട് വന്ന ശേഷം പാടിയാൽ മതി. ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. അതർവൈസ് ഓക്കെ, നൈസ് എഫേർട്ട്. ഇപ്പൊ ഈ കൊറിയോഗ്രാഫി ഒക്കെ ഗംഭീരമായിരുന്നു. ഇതെല്ലാം കണ്ടു. പക്ഷെ ഈ സിനിമ എന്ന് പറയുന്നത് ഹീറോ ഹീറോയിൻ രണ്ടുപേരും ബധിരരും മൂകരുമാണ്. പാട്ടെല്ലാം ഹൃദയത്തിലാണ്. ജയസൂര്യയുടെ ഫസ്റ്റ് ഫിലിം, ഇന്ദ്രജിത്തിന്റെ ഫസ്റ്റ് ഫിലിം, കാർത്തികയുടെ ഫസ്റ്റ് ഫിലിം, അങ്ങനെ 3-4 പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട്. തമിഴിലെടുത്തു, കന്നഡത്തിലെടുത്തു. അതിലെല്ലാം തന്നെ ജയസൂര്യ തന്നെയാണ് അഭിനയിച്ചത്. വലിയൊരു വിജയമായിരുന്നു. ഇത് PKR പിള്ളയാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ. മലയാളത്തിലെ ഒരുപാട് സൂപ്പർ ഹിറ്റ് പടങ്ങൾ എടുത്ത ആളാണ് PKR പിള്ള. വന്ദനം, ചിത്രം, അങ്ങനെ ഒരു കാലഘട്ടം മുഴുവൻ ബിഗ് ബഡ്ജറ്റ് സൂപ്പർ ഫിലിംസ് എടുത്ത ആളാണ് PKR പിള്ള. അദ്ദേഹത്തെയും ഓർമ്മിക്കാൻ കഴിഞ്ഞു മോളി പാട്ടെടുത്തതുകൊണ്ട്. ഓൾ ദ ബെസ്റ്റ്. ഗ്രേഡ് പറയുന്നതിന് മുമ്പ് നമ്മുടെ മേരാ നാം ജോക്കർന്ന് രാജ് കപൂർ സാർ, അവർക്ക് എപ്പോഴും പാടുന്നത് മുകേഷ് ഏട്ടനാണ്. അത് വേറൊരു മുകേഷ് ഏട്ടനാണ്. അപ്പോൾ അത് ഐക്കോണിക് സോങ് ആണ് ശിവരഞ്ജനിയിൽ. അപ്പോൾ എനിക്ക് തോന്നി മോൾക്ക് അത് സപ്പോസ് ഡോൾ കുറച്ച് ലേറ്റ് ആയാലോ, അപ്പൊ ഞാൻ ഒരു പാട്ടെങ്കിലും തരാല്ലേ? കിട്ടും. ജാനേ കഹാ ഗയേ വോ ദിൻ कहते थे तेरी राह में नजरों को हम बिछाएंगे, चाहे कहीं भी तुम रहो, चाहेंगे तुमको उम्र भर, तुमको न भूल पाएंगे. जाने
कहाँ गए वो दिन ഇത് മോൾക്ക്. അപ്പൊ ഇപ്പൊ പാട്ട് കൊടുത്തു, അത് കഴിഞ്ഞിട്ട് വേറെന്ത് വേണം? Doll. You're such a pretty doll. How can we give you a doll? ഏത് കൊടുത്താലും that will be less than you. പക്ഷെ കൊടുക്കും. പുലരുളി വന്നു ചേരുന്നിതാ, നിഴലല ദൂരമായുന്നിതാ, വായു 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 വായു, ഒരു ചെറു മഞ്ഞു നീർത്തുള്ളിയായി മലരിനെ ഉമ്മ വെച്ചി. ഗ്രേഡിലേക്ക് കിടക്കാം. ദേവനക്കുട്ടിയുടെ പാട്ടിന് ഇന്ന് ജഡ്ജസ് പാനൽ നമുക്ക് തരുന്നു A+wow. അടിയൊരു ഡോൾ പൂക്കുറ്റി. Congratulations, you are awarded A+wow. Thank you, sir. Wow. Thank you. അപ്പൊ പ്രേക്ഷകർ എല്ലാവരും വേഗം തന്നെ ടോപ്പ് സിംഗർ ആപ്പിൽ കയറി ഇവിടെ QR കോഡ് കാണാൻ പറ്റും, അത് സ്കാൻ ചെയ്ത് വേഗം വോട്ട് ചെയ്യുക. ഒപ്പം നമ്മുടെ ബാക്കി എല്ലാ കണ്ടസ്റ്റൻസിനും ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. അടുത്ത പ്രാവശ്യം വരുമ്പോ പേരൊക്കെ ഇട്ടിട്ട് വരണം കേട്ടോ. ആ ടാറ്റാ. പാട്ടിന്റെ വസന്ത നിറവിലേക്ക് മധുരനാദവുമായി എത്തുന്നു തിരുവനന്തപുരത്ത് നിന്നും ശ്രീനന്ദ. വെൽക്കം ശ്രീനന്ദ ഓൺ സ്റ്റേജ്. ഞാനിന്ന് ജോൺസൺ മാസ്റ്റർ റൗണ്ടിൽ പാടാൻ പോകുന്ന പാട്ട് പിൻഗാമി എന്ന സിനിമയിലെ വെണ്ണിലാവോ ചന്ദനമോ ഈ പാട്ടാണ്. ഈ പാട്ട് എഴുതിയിരിക്കുന്നത് കൈതപ്രം സാറും പാടിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം ചിത്രാമ്മയാണ്. അപ്പോൾ ഞാൻ പാടിയിട്ട് വരാം. ക്രിസ്മസ് പപ്പയാണോ? ശ്രീനന്ദക്കുട്ടി, സർ. എന്തുകൊണ്ട് നല്ല ഡ്രസ്, അതെ, നല്ല നല്ല കളർ, സുന്ദരി. ബ്യൂട്ടിഫുൾ കളർ. താങ്ക് യു സർ. ഏത് പാട്ടാണ്? വെണ്ണിലാവോ ചന്ദനമോ. കലക്കണം കേട്ടോ. 1 2 3 4. ചന്ദനമോ കണ്ണനുണ്ണി നിന്നഴകിൽ കനവിലെന്തേ പാൽമഴയോ കന്നിരാവോ കാർമുകിലോ ചന്ദനമോ കണ്ണനുണ്ണി
കഴിഞ്ഞ തവണ നമ്മളൊന്ന് വിരട്ടിയപ്പോഴത്തേക്ക് ഇപ്പം പാട്ട് അങ്ങോട്ട് പഠിക്കാൻ തുടങ്ങി. അതിൻ്റെ ഒരു ലക്ഷണമാണ് ഇപ്പോൾ ഇവിടെ കണ്ടത്. അതായത് പഠിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. ഈ പാട്ട് നന്നായിട്ട് പഠിക്കാതെ ഇങ്ങനെ പാടാൻ പറ്റില്ല. കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത്. കാരണം സസ്റ്റെയിൻ ഉണ്ട്, അതുപോലെ തന്നെ ഭാവം ഉണ്ട്. ബാക്കിയെല്ലാം നോക്കിക്കഴിഞ്ഞാൽ സൗണ്ടിങ് ഈസ് വെരി ഗുഡ്. താങ്ക് യു സർ. അക്ഷരസ്ഫുടത വളരെ ശരിയാണ്. പിന്നെ 1-2 സ്ഥലത്ത് ഒരു ലേശം ശ്രുതി, അതെനിക്ക് തോന്നുന്നു കോറസ് പാടുമ്പോൾ മോള് പാടുമ്പോൾ ഞാൻ ചെവി പൊത്തുന്നുണ്ട്. കാരണം അത് കേൾക്കുമ്പോൾ മോക്ക് ഡിസ്റ്റർബൻസ് വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. റിഹേഴ്സലിന് പാടിയപ്പോഴും അവര് പാടിയിട്ട് ഞാൻ വെറുതെ പാടുമ്പോൾ ഞാൻ ഏതോ ഒരു വഴിക്ക് പോവാ. ആ വഴിക്കൊന്നും പോകണ്ട കേട്ടോ, നമുക്ക് ടോപ്പ് സിംഗറിന്റെ വഴിക്ക് വന്നാൽ മതി. എന്തായാലും നല്ല സെലക്ഷൻ, അപ്പൊ എല്ലാം കൊണ്ടും ഗംഭീരം. താങ്ക് യു സർ. എന്താണ് ഇപ്പൊ സംഭവിച്ചത്? കഴിഞ്ഞ പ്രാവശ്യം പോയ ഒരു കുട്ടിയല്ലല്ലോ, ഫുൾ പവറിൽ തിരിച്ചു വന്നിരിക്കുക അല്ലേ? സൂപ്പർ, താങ്ക് യു സർ. അടിപൊളിയായിട്ടുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അമ്മ വന്നോ? ഇല്ല. അപ്പൊ അമ്മ വരാതെ തന്നെ ഇതൊക്കെ ശരിയാക്കി എടുത്തു. അത് ഭയങ്കര എല്ലാരും പറഞ്ഞു. അപ്പൊ അമ്മ ഇല്ലെങ്കിൽ ഇനി ചിലപ്പോ ശ്രീനന്ദക്ക് പാടാൻ പറ്റില്ല എന്ന് അങ്ങനെ വല്ല പ്രശ്നമുണ്ടോ? അപ്പൊ അതൊന്നും ഇല്ലാന്ന് ശ്രീനന്ദ ഇന്ന് ഇവിടെ തെളിയിച്ചു ഇല്ലേ? അതാണ് ശ്രീനന്ദ. സൂപ്പർ. എന്തായാലും ഇന്ന് പാടിയതെല്ലാം വളരെ വളരെ ഭംഗിയുണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ പ്രാവശ്യം പാടിയ ആ ഒരു അവസ്ഥയിൽ നിന്നും ഈ അവസ്ഥയിലേക്ക് വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതിൽ നിന്നും കുറച്ച് ഇമ്പ്രൂവ്മെന്റ്, പിന്നെ കുറച്ച് ഇമ്പ്രൂവ്മെന്റ് പ്രതീക്ഷിച്ചിരുന്നപ്പം മോൾ ഒറ്റ അടിക്ക് കയറി. ആദ്യം എവിടെ ഫസ്റ്റ് ടൈം വന്നില്ലേ, അപ്പൊ ഉണ്ടായ ഒരു ശ്രീനന്ദയുണ്ട്, നല്ല ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള അതിലേക്കാണ് മോൾ ഇന്ന് വന്നത്, വിച്ച് ഇസ് വെരി ഗുഡ്. ഇനി ഇത് തന്നെ പിടിച്ചോണ്ടിരിക്കുക കേട്ടോ. ഐ തിങ്ക് നമുക്ക് ക്രെഡിറ്റ് കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും ഒരു ജഡ്ജസിന്റെ മോട്ടിവേഷൻ ആണ് അല്ലേ? എല്ലാവരും ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തല്ലേ. ലാസ്റ്റ് റൗണ്ട് ഞാനില്ല അവിടെ, പക്ഷെ ദീപക് അങ്കിൾ പറഞ്ഞു കൊടുത്തു ഇങ്ങനെ സംഭവിച്ചു, എന്നാലും മോൾ ഇന്ന് തകർക്കും. അപ്പൊ തകർത്തു അല്ലേ? പിന്നെ so whenever we work hard, that hard work ആണ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്, അത് കൈവിടുന്നില്ല എപ്പോഴും. സോ എല്ലാം ചെയ്തിട്ട് ഇവിടെ വരുമ്പോ ഞാൻ ചെയ്തിട്ടുണ്ട്, മൈ ഹാർഡ് വർക്ക് വിൽ ഇറ്റ് വിൽ ഡു വാട്ട് ഹാസ് ടു ബി ഡൺ അല്ലേ? അപ്പൊ അങ്ങനെ തന്നെ ഇന്ന് ചെയ്തു, ഇനിയും ചെയ്യും ശ്രീനന്ദ അങ്ങനെ തന്നെ. അടിച്ചു പൊളിച്ചു. താങ്ക് യു മാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കഴിഞ്ഞ പ്രാവശ്യത്തെ മോളുടെ പാട്ട് അങ്കിൾ ഇല്ലായിരുന്നു, പക്ഷെ അങ്കിൾ ടി വിയിലൂടെ കണ്ടു. അപ്പോഴാണ് ശരിക്കും ടി വിയിലൂടെ കാണുമ്പോഴാണ് മോളുടെ ശരിക്കുള്ള ഭംഗി കാണുന്നത്. ഞാൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ദൂരമില്ലയോ, മറ്റേത് ക്ലോസപ്പിൽ വരുമല്ലോ. പക്ഷെ മോളിങ്ങനെ കരഞ്ഞപ്പോഴത്തേക്ക് അങ്കിളങ്ങ് തകർന്നു പോയിട്ട്. അപ്പം ഞാൻ മനസ്സുകൊണ്ട് വിചാരിക്കുകയും ചെയ്തു, ഞാൻ ഇല്ലാതെ അതുകൊണ്ടാണ് കരഞ്ഞത്, അല്ലെങ്കിൽ കരയത്തില്ലായിരുന്നു. കാര്യം അത്രയ്ക്ക് ഞാനങ്ങ് ആഗ്രഹിച്ച് കരയരുത്, നല്ല വല്ല പാടണമെന്ന്. പക്ഷെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായി പോയി മോളിന്ന് തകർത്തുകൾ. അത് പാട്ട് കയ്യിൽ വന്നു, അത് വളരെ തഞ്ചത്തിൽ അത് പാടി എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. എന്തായാലും അങ്കിളിന് വളരെ സന്തോഷമായി. ഇത് പിൻഗാമി എന്ന് പറഞ്ഞൊരു സിനിമയാണ്, മോഹൻലാൽ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്ത്, മോഹൻലാൽ തന്നെയാണ് ഹീറോ. എന്നാൽ അതിൻ്റെ ഡയറക്ടർ സത്യൻ അന്തിക്കാടാണ്. സത്യൻ അന്തിക്കാട് ഒരു സ്റ്റോറി ടെല്ലറുമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ പല കാര്യങ്ങളൊക്കെ വളരെ നർമ്മം തുളുമ്പുന്ന തരത്തിൽ അങ്കിളിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ഈ സന്തോഷ മുഹൂർത്തം ആയതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ചെറിയ കഥ അദ്ദേഹം ഈ പുതിയ ആൾക്കാരെ, പ്രത്യേകിച്ചും ഹീറോയിൻസിനെയൊക്കെ കൊണ്ടുവരാൻ വലിയ താല്പര്യമുള്ള ആൾ. അപ്പോൾ അതിൻ്റെ പുറകെ ഒരുപാട് ഹോംവർക്ക് ചെയ്യും, പഠിപ്പിച്ച് ക്ഷമയോടുകൂടി ഒരു ഡയറക്ടർ എന്നുള്ള നിലയിലൊക്കെ നമ്മൾ കാണുന്ന അപ്പോഴാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരു റെക്കമെൻഡേഷൻ വന്നു, ഒരു കുട്ടി കണ്ണൂർ ഭാഗത്തുള്ളതാണ്. അപ്പം ഫോട്ടോ ഒക്കെ കണ്ടപ്പോൾ നല്ല കുട്ടിയാണ് കണ്ടാൽ. അപ്പോൾ അടുത്ത സിനിമയിൽ ഒരു പുതിയ ആളിനെ തിരക്കി നടക്കുമായിരുന്നു, ഈ കുട്ടി നമുക്ക് നോക്കാം. ബൈ ചാൻസിൽ കണ്ണൂർ ഭാഗത്ത് പോകേണ്ടതായിട്ടും വന്നു. അപ്പം പുള്ളി പറഞ്ഞു, ഞാൻ ഇങ്ങനെ വരുന്നുണ്ട്, അപ്പം നിങ്ങൾ എവിടെയാണ് വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അങ്ങനെ ഹോട്ടലിൽ റൂമൊന്നും എടുത്ത് താമസിക്കുന്നില്ല, ഞാനിങ്ങനെ ഓൺ ദ വേ ആണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് നമുക്കൊന്ന് ആളിനെയും കണ്ട് സംസാരിച്ചിട്ട് വരാം. അവർക്ക് ഭയങ്കര ത്രില്ലായി. അവിടെ ചെന്ന് ആളിനെ കണ്ടപ്പം പുള്ളിക്ക് ബോധ്യമായി, കൊള്ളാം, ഇതെൻ്റെ കഥാപാത്രമായിട്ട് നല്ല മാച്ചാണ്. അപ്പം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ആ കുട്ടി ചോദിച്ചു, സാറിൻ്റെ ഹീറോയിനായിട്ട് എൻ്റെ വലിയ ആഗ്രഹമാണ്. അല്ല, ഞാൻ അങ്ങനെ എടുത്തു ചാടി പറയുന്ന ഒരാളല്ല. ഞാൻ ഇപ്പോൾ എൻ്റെ മനസ്സിലുണ്ട് ഒരു നല്ല പോസിറ്റീവായിട്ടിരിക്കുക. അപ്പോൾ ചുമ്മാ എന്തെങ്കിലും ഒന്ന് ഒരു പെർഫോമൻസ് പോലെ കാണിക്കാനും. അപ്പോൾ കുട്ടി പറഞ്ഞു, അത് സാറ് പറഞ്ഞാൽ എന്താണ്? ശരി, ഞാനൊരു സിറ്റുവേഷൻ പറയാം. അപ്പോൾ ആ സിറ്റുവേഷൻ അനുസരിച്ച് ഡയലോഗെല്ലാം മോൾക്കുണ്ടാക്കാം,
എന്താ അഭിനയിക്കേണ്ടെന്നുള്ളത് മോൾക്ക് എല്ലാം മോൾക്ക് വിട്ടു വന്നിരിക്കുകയാണ്. ഓ ശരി. അപ്പം സിറ്റുവേഷൻ സത്യനന്ദിക്കാട് പറഞ്ഞു. മോളിങ്ങനെ കോളേജിൽ നിന്ന് നടന്നു വരികയാണ്. അപ്പോൾ വഴിയിൽ വെച്ചിട്ട് കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി, ഒരു ആൺകുട്ടി വന്നിട്ട് മോളുടെ അടുത്ത് പറയുന്നു, കുട്ടിയെ കുറേ ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. കുട്ടിയുടെ സംസാരവും നടത്തയും ഡ്രസ്സിങ്ങും മുഖവും സൗന്ദര്യവും എല്ലാം എനിക്ക് ഇഷ്ടമാണ്. കുട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ മോളുടെ ഒരു ഭാവം എന്തായിരിക്കും, മോൾ എന്തായിരിക്കും അയാളുടെ അടുത്ത് മറുപടി പറയും? അപ്പോൾ കുട്ടി ഇന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, സാറേ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. അപ്പം സത്യത്തെ കൊണ്ട് അല്ല, ഇങ്ങനെ അങ്ങനെ ഒരാൾ എൻ്റെ മുഖത്ത് നോക്കി ചോദിക്കില്ല. അതല്ല ഞാൻ പറഞ്ഞ, സപ്പോസ് അങ്ങനെ സാറിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. ഈ 3 പോലീസുകാരുള്ള ഫാമിലിയാണ്. അങ്ങനെ ഒരുത്തൻ ഈ ജംഗ്ഷനിൽ വന്ന് എൻ്റെ അടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ പിന്നെ അവൻ ജീവിച്ചിരിക്കും. അപ്പം സത്യനന്ദിക്കാട് കുഴഞ്ഞു. സത്യനന്ദിക്കാട് പറഞ്ഞ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ച അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ മോള് എന്തായിരിക്കും പറയുന്നത്? ചിലപ്പോൾ അയാളുടെ ദേഷ്യപ്പെടും, ചിലപ്പം എനിക്ക് ഇയാളെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ വീട്ടിൽ വന്ന് ചോദ്യം ഇങ്ങനെ റോഡിൽ വെച്ചിട്ട് എന്നൊക്കെ പറഞ്ഞ് ഹിൻറ്റും കൊടുത്തു. ഇല്ലല്ല സാറ് പുറത്തു പോയെന്ന് അന്വേഷിക്കും. ഇങ്ങനെ ഈ ഫാമിലിയിലുള്ള ഒരു കുട്ടിയെ റോഡിൽ വെച്ച് ഒരാൾ തടഞ്ഞു നിർത്തിയിട്ട് കല്യാണം കഴിക്കാൻ സാറെ പിന്നെ അവൻ ഈ ലോകത്ത് കാണത്തില്ല. സാറിനറിയാം 3 പോലീസുകാർ ഉള്ള ഫാമിലിയാണ്. സത്യനന്ദിക്കാട് പഠിച്ച പണി 18 നോക്കി ഇവരെ മനസ്സിലാക്കാൻ. ഇവർ പറയുന്നത് സാറിനെ ആരോ വഴി തെറ്റി, സാറ് വഴി ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുത്തു കാണും ഞങ്ങളെ പറ്റി. എന്താ അഭിക്കാതെ പറഞ്ഞു, അമ്മ പറ. അപ്പം അമ്മ പറഞ്ഞു, സാറേ അങ്ങനെ ആരും ചോദിക്കത്തില്ല, ചോദിച്ചാൽ പിന്നെ അവന് ഈ നാട്ടിൽ ജീവിക്കത്തില്ല. സത്യനന്ദിക്കാട് പറഞ്ഞു, ശരി എന്നാ പിന്നെ ഞാൻ കാണാം എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ചോദിച്ചു, എന്നിട്ട് ആ കുട്ടി ഇട്ടോ? അല്ല, ഫസ്റ്റ് ഡേ തന്നെ ഇത്രയും പ്രയാസം ഒരു ഡയറക്ടറിന് കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ പടം ഇതെങ്ങനെ ഷൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ചില്ല. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. എന്തായാലും നല്ല തമാശയുള്ളൊരു കഥ കേട്ട് നമ്മള്. ഇനി മോളുടെ കാര്യം. മോള് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പം മോൾക്ക് തന്ന ഗ്രേഡ് A വാവ്. അതായത് ഇവിടുത്തെ ഗ്രൗണ്ട് ഫ്ലോർ ആണ്. അവിടുന്ന് മോളിപ്പം നേരെ ചാടിയിരിക്കുന്നത് ഓൾമോസ്റ്റ് ടോപ്പ് ഫ്ലോറിലാണ്, സെക്കൻഡ് ലാസ്റ്റ് ഫ്ലോർ, A എക്സ്ട്രീം. താങ്ക് യു സർ. താങ്ക് യു. അടിയൊരു നന്ദൻ പൂക്കുറ്റി. Congratulations, you are awarded A extreme. Keep it up, Nanda. Keep it up. അപ്പൊ അങ്ങളെ ശ്രീനന്ദക്കുട്ടി പോകുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു വീഡിയോ കാണാം. സാധാരണ തിരുവനന്തപുരത്താകുമ്പോൾ ഞാനും അച്ഛനും അമ്മയും ഇതും കൂടെ ഇടയ്ക്കിടയ്ക്ക് ബീച്ചിലൊക്കെ പോകാറുണ്ട്. പക്ഷേ ഇപ്പോൾ അമ്മ കൂടെ ഇല്ല, അമ്മ കോഴിക്കോടാണ്. അതുകൊണ്ട് ബീച്ചിൽ പോയിട്ടും പുറത്ത് ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോയിട്ടും ഒക്കെ കുറേ നാളായി. ബീച്ചിലൊക്കെ പോകുമ്പോൾ അമ്മ എനിക്ക് കോട്ടൺ ക്യാൻഡി വാങ്ങിത്തരും. പിന്നെ ഞാൻ ബീച്ചിൽ കൂടെ ഓടി കളിക്കും. പിന്നെ മണ്ണ് കൊണ്ട് കൊട്ടാരമൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഭയങ്കര രസമായിരുന്നു. അപ്പോൾ ഇപ്പോൾ അമ്മയെ കണ്ടിട്ട് കുറേ ആയി, ഭയങ്കര ആഗ്രഹമായി. ഇവിടെ ഇപ്പോൾ ബീച്ചിൽ വന്നപ്പോൾ എനിക്ക് അമ്മയും അനിയത്തെയും ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. അമ്മ ശ്രീനന്ദ. അമ്മയ്ക്ക് സന്തോഷമായോ കണ്ടിട്ട്? സന്തോഷായി അല്ലേ? ഒരുപാട് നാളായി മോളെ കണ്ടിട്ട്. മോളെ ടി വി കാണാറ് അത്രേ ഉള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. മോൾക്ക് വളരെ വളരെ മിസ് ചെയ്യുന്നുണ്ട് നമുക്ക് മനസ്സിലായി. പക്ഷെ എന്തായാലും അമ്മയുടെ പേരെന്താണ്? ധനുശ്രീ. ശ്രീനന്ദയുടെ അമ്മ വരാതെ തന്നെ ശ്രീനന്ദ എങ്ങനെയൊക്കെയോ പിടിച്ചു കയറി ഓൾമോസ്റ്റ്
ടോപ്പിലെത്തിയിരുന്നു. അത് അപ്പം നമ്മൾ അതിനുള്ള കംപ്ലീറ്റ് ഒരു കൺഗ്രാജുലേറ്റ് ചെയ്ത് ഇവിടെ ആഘോഷിക്കുന്ന ഒരു സമയമായിരുന്നു. ഒരു പക്ഷേ അമ്മ വന്നിട്ടാണ് ഇത് പാടി കിട്ടിയിരുന്നെങ്കിൽ പിന്നെ അമ്മയ്ക്ക് പോകുമ്പോൾ വിഷമാവും. ഇനി പോയി കഴിഞ്ഞാൽ പാട്ട് പിന്നെ വീഴുമെന്ന് നമുക്കും ടെൻഷനാവും. പക്ഷെ അമ്മ വരാതെ, അമ്മ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം ശ്രീനന്ദ അറിയാതെയാണ് ശ്രീനന്ദ ഇത്രയും സ്വയം ഹാർഡ് വർക്കിലൂടെ വന്നത്. അപ്പം എന്തായാലും കണ്ടതിൽ വളരെ വളരെ സന്തോഷം. കൊച്ചുമോളുടെ പേരെന്താ? ശ്രീബാല. എവിടെയാ വന്നിരിക്കുന്നേ? ആരാ ഇത്? ഒരു 1 ഫുട്ട് പ്രിൻസസ്. അതുകൊണ്ട് പാട്ട് കേൾക്കുമ്പോ ഭയങ്കര ഇഷ്ടമാ. ബാല, ശ്രീബാല, മോൾ ഇതൊക്കെ കണ്ട് അന്തം വിട്ട് നിൽക്കുക കേട്ടോ. അവിടെ കൊണ്ടുപോട്ടെ. ഇന്ന് പക്ഷെ ആന്റിയും ബാവയും ഒക്കെ വരാനായിട്ട് വേറൊരു സന്തോഷമുള്ള കാര്യവും കൂടി ഉണ്ട്. എന്താ അത്? മോളുടെ പിറന്നാളാണിന്ന്. മോളുടെ പിറന്നാളാണെന്ന്. ഹാപ്പി ബർത്ത്ഡേ ശ്രീനന്ദ. ശ്രീനന്ദ കുട്ടി ഹാപ്പി ആയോ? ഹാപ്പിയായി. എത്ര ഹാപ്പി ആയി? ശരിക്കും ശരിക്കും ഹാപ്പി ആയി. ഓക്കെ. ഇതിനെ ഇവിടെ തന്നിട്ട് പോന്നു. അതിപ്പോഴും ഇങ്ങനെ ചുറ്റും നോക്കിക്കൊണ്ടിരിക്കുക. എന്നോട് ഹായ് നോക്കൂ എന്ന് പറഞ്ഞു. ഇവിടെ അക്ഷത്തിന്റെ അച്ഛൻ പോലീസ് ആയാലും ശ്രീനന്ദയുടെ അനിയത്തിയായാലും എല്ലാരും സ്റ്റേജിലെത്തുമ്പോ ഒരേ നോട്ടാണ്. എന്താണ് സംഭവം? പുലരുളി വന്നു ചേരുന്നിതാ, നിഴലല ദൂരമായുന്നിതാ, വായു 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 വായു. അപ്പൊ പ്രേക്ഷകർ എല്ലാവരും വേഗം തന്നെ ടോപ്പ് സിംഗർ ആപ്പിൽ കയറി ഇവിടെ QR കോഡ് കാണാൻ പറ്റും. അത് സ്കാൻ ചെയ്ത് വേഗം വോട്ട് ചെയ്യുക. ഒപ്പം നമ്മുടെ ബാക്കി എല്ലാ കണ്ടസ്റ്റൻസിനും ഇഷ്ടമുള്ള ഗ്രേഡും നൽകുക. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കായി മൈജിയുടെ സ്നേഹോപഹാരം. മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോൾ സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഓരോ 10,000 രൂപയുടെ പർച്ചേസിനൊപ്പവും 500 രൂപ ഗിഫ്റ്റ് വൗച്ചറും നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഒപ്പം നിങ്ങൾക്ക് വേണ്ടി മാത്രം ഒരുക്കിയ സ്പെഷ്യൽ EMI സൗകര്യവും എക്സ്ചേഞ്ച് ഓഫറും. ഈ സ്പെഷ്യൽ സ്കീം ഏതാനും ദിവസങ്ങൾ കൂടി മാത്രം. അപ്പൊ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദി ഡേ ആരാണ് എന്നറിയണ്ടേ? നമുക്ക് നമ്മുടെ അനു ചേച്ചിയോട് ചോദിച്ചു നോക്കാം. അനു ചേച്ചി, ഇന്നത്തെ നമ്മുടെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദി ഡേ ആരാണ്? നമ്മുടെ മുക്കാ പാൻറ് ശ്രീനന്ദ്. വെൽക്കം ശ്രീനന്ദ് ഓൺ സ്റ്റേജ്. ശ്രീനന്ദിന് GRB നെയ് നൽകുന്ന ഒരു സമ്മാനം. അപ്പൊ ഇനി ശ്രീനന്ദിന്റെ ഒരു മനോഹരമായ ഗാനം പ്രേക്ഷകർക്കായി.
ലക്ഷത്തിലധികം കുട്ടികളോളം ഡൗൺലോഡ് ചെയ്തിട്ടുള്ള 90+ മൈ ട്യൂഷൻ ആപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതിൻ്റെ ക്ലാസ്സസ് എല്ലാം ആനിമേറ്റഡ് വിഷ്വൽസിലാണ് പഠിപ്പിക്കുന്നത്. പിന്നെ ഇപ്പോൾ എക്സാംസ് ഒക്കെ വരികയാണല്ലോ, അതിന് റിവൈസ് ചെയ്യാനും നിങ്ങൾക്ക് സെൽഫ് ഇവാലുവേറ്റ് ചെയ്യാനും ഹോം ടെസ്റ്റും പ്രാക്ടീസ് ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഒട്ടും സമയം കളയേണ്ട, വേഗം തന്നെ പ്ലേ സ്റ്റോറിൽ ചെല്ലുക, 90+ മൈ ട്യൂഷൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇന്നത്തെ നമ്മുടെ സംഗീത സദ്യ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ദിവസം നമ്മൾ വീണ്ടും കാണും ഒരു മനോഹരമായ എപ്പിസോഡുമായി. അതുവരേക്കും ടാറ്റാ.